ഹലോ, അസ്സലാമു അലൈക്കും. നൈമൂസ് ഡ്രീം ബ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പച്ചക്കറിയിലൊക്കെ കിടന്ന് ബീട്രൂട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ പേരും അതിനെ വെറുതെ കളയത്തേ ഉള്ളൂ. ചിലരത് തോരൻ വയ്ക്കുകയോ മെഴുക്ക് പുരട്ടുകയോ ഒക്കെ ചെയ്യും. അപ്പം ഇത് രണ്ടും അല്ലാണ്ട് തന്നെ നമുക്ക് പച്ചടി വെച്ച് കഴിഞ്ഞാൽ സദ്യ വയ്ക്കുമ്പോൾ മാത്രമല്ല പച്ചടി, നമുക്ക് സാധാ ഊണിനൊപ്പവും പുളിശ്ശേരിയോ ചമ്മന്തിയോ ഒരു അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പച്ചടി ഉണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പച്ചടിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അത് കുറച്ച് സാഹചര്യക്കുറവുകൾ കൊണ്ടാണ്. ഞാനിത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി എനിക്ക് വേണം. മാക്സിമം നിങ്ങൾ ഇതിനൊന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ അരപ്പ് എങ്ങനെ ചെയ്യാം എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കുന്നതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ചെറിയ കപ്പിന് ഒരു 1/4 കപ്പ് തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കിടാനുള്ള ഉപ്പ്, ഒഴിച്ചരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ അരപ്പിനെ ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. നമുക്ക് ലാസ്റ്റ് ചെയ്താലും മതി. അരപ്പ് തയ്യാറാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് അതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ഒഴിച്ച് നമ്മുടെ പച്ചടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും, പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഇടാം. ഞാൻ കുറച്ച് ഒരു 2-3-4 എണ്ണം ഇട്ടിട്ടുണ്ട്. 3 പച്ചമുളക് ആണ് ഞാൻ എടുത്തതെങ്കിൽ ഞാൻ 2 എണ്ണം എടുത്തുള്ളൂ. കുഞ്ഞാവയ്ക്കൂടൊക്കെ കഴിക്കണമെങ്കിൽ എരിവ് കൂടുതലായാൽ പറ്റത്തില്ല. അപ്പം ഇത് ഇട്ടു. ഇതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് തൈര് മീഡിയം പുളിയുള്ളത് മതിയാകും. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് മാത്രം ആദ്യം ഇട്ട് വെള്ളവും ഒഴിച്ച് നിങ്ങൾ ഇതിനെ ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കാരണം ഇതിങ്ങനെ മുങ്ങാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് എന്തൊക്കെയാണ് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം ബീട്രൂട്ട് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതേപോലെ തന്നെ ഒരു ബൗള് നല്ല അധികം പുളിയില്ലാത്ത തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് കടുക് വറക്കുന്നതിന് വേണ്ടിയിട്ട് മുളകും കറിവേപ്പിലയും കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചീകിയെടുക്കുക. ഞാൻ ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് ചീകിയെടുത്തത്. ഇങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ചോപ്പറിന് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെയാണ് ചീകിയത്. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് കൊത്തിപ്പൊടിഞ്ഞൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനെ ഞാൻ വേണ്ട ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ടിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാൻ ഈ വെള്ളം എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. എടുത്തോട്ടെ. ഓക്കെ, അപ്പം നല്ല ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുങ്ങിക്കിടക്കേണ്ട അത്രയും വെള്ളം കിട്ടിയാൽ മതി. മുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒന്ന് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഉപ്പ് അരപ്പിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഇതിലേക്കും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഓക്കെ, അപ്പം ഇത് ശരിക്കും ഒന്ന് തിളച്ച് വരുന്ന, നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ടോട്ടൽ ഒരു 10-12 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ച് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു മൂടി കൊണ്ടൊന്ന് മൂടി ശരിക്കും ഒന്ന് വെള്ളം പറ്റുന്ന അത്രയും സമയം കൊണ്ടൊന്ന് മൂടി വയ്ക്കുക. അതായത് ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-12 മിനിറ്റ് നമുക്കിതിനെ 10 മിനിറ്റൊക്കെ മതിയാകും കേട്ടോ. ചെറുതായിട്ട് ചീകി എടുത്തിരിക്കുന്നതിന് ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ കടുക് താളിക്കുന്നതും ഇതിനകത്തേക്ക് എല്ലാവർക്കും അറിയാൻ വയ്യാത്തവർ ഒരുപാട് പേരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർ
പിന്നെ നിങ്ങൾ ഇതിലുള്ള തെറ്റുകുറ്റങ്ങൾ പറയുക. അറിയാൻ വയ്യാത്തവർ നിങ്ങളൊരു ദിവസം ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് വെന്ത് വെള്ളമൊന്ന് പറ്റി വരട്ടെ. അപ്പം നമ്മുടെ ബീട്രൂട്ടിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പിനെ ഇതിലേക്ക് ഒഴിക്കണം. അപ്പം നമ്മൾ ആ സമയത്ത് ഈ ഫ്ലെയിമിനെ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസിലാണെങ്കിൽ നിങ്ങൾ തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു അരപ്പിനെ അതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചൊക്കെ എടുക്കുക. ചെറിയ തീയിലാണ്, ഒരുപാട് തീയൊന്നും വേണ്ട. മുച്ചിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീട്രൂട്ടൊന്ന് വെന്ത് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എല്ലാം തൈരൊക്കെ ഒഴിക്കുന്നത് നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഈ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ആ ചൂടിലൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്രേവി, ഈ ഒരു ബീട്രൂട്ടിനെ, അരപ്പ് ചേർത്ത ബീട്രൂട്ടിനെ നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്കൊന്ന് കടുക് താളിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ആദ്യമേ കടുക് താളിച്ച് വെക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി ഇതാണ്. നമ്മൾ ആദ്യം ഇതിനെ വേവിക്കുന്നു. അതിനുശേഷം 1-2 സെക്കൻഡ് ഇതിനെ ഒന്ന് നല്ല ചൂട് ഒന്നാക്കിയതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഞാനൊന്ന് മാറ്റി. കാരണം ഇനി ഒരു പാത്രവും കൂടെ ഇതാക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്താൽ മതി, പെട്ടെന്ന് ഇതൊന്ന്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളക് ഇടാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിടാം. ഓക്കെ, ഇതിനെ ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഇങ്ങോട്ടൊന്ന് തിരിച്ചിടാം. തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് ഈ കടുക് വറുത്തതിനെല്ലാം നമ്മളാക്കിയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ആറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഈ തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് നോക്കുക, ഇതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തേക്കാണ്. ഞാൻ ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന നല്ല കട്ട തൈരാണ്. അത് നമ്മളൊന്ന് മിക്സിയിലോ അല്ലെങ്കിൽ നമ്മൾ ആ കുപ്പിയിലോ തന്നെ ഇട്ടൊന്ന് ഇത് ചെയ്താൽ മതി. യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ല അടിപൊളി ക്യാരറ്റ് ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ആവശ്യമുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പച്ചടി വെച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരും വരെയും ബൈ ബൈ.